അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ എന്താ പറയുക, ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കൊണ്ട് ഒരാളുടെ ജീവനാണ് ഇല്ലാതാക്കിയത്. അവളുടെ വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലായത്, ഒരാൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത്രയും അവിടെ ബസ്സിൽ തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ബസ്സിൽ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എന്നിട്ടും അയാളുടെ അടുത്ത് പോയി നിന്നിട്ടാണ് അവളുടെ ശരീരം അങ്ങോട്ട് മുട്ടിച്ച് നിൽക്കുന്നത്. ഇത് റീച്ച് കിട്ടാനല്ലാതെ വേറെ എന്താണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പറയണം. അപ്പം തന്നെ പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് പറയണം. എന്നിട്ട് അതിനുള്ള നടപടി എടുക്കണം. അതൊക്കെ പറഞ്ഞാൽ വേറുള്ളൊരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനൽ റീച്ച് ആയാലോ, അല്ലേ? അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടിയിട്ട് ചാനൽ റീച്ചാക്കണം, വേറെ ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ഇത്രയും സ്പേസ് അങ്ങനെ എന്തെങ്കിലും ഒരാൾ നമ്മൾ കാണുന്ന വീഡിയോയിൽ ദീപക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആളുടെ ഒരു കൈ നമ്മുടെ ദേഹത്ത് മുട്ടുന്നു എന്ന് വെച്ചിട്ട് ഇതൊക്കെ കൽപ്പിച്ച് കൂട്ടി ചെയ്യുന്നത് പോലെ വീഡിയോയിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചിരിച്ചിട്ട് നിൽക്കുമോ? അതിനുള്ളൊരു ആ മുഖത്തിൻ്റെ ഭാവം പോലും ഒരു വ്യത്യാസമില്ല. ചിരിച്ച് നല്ല ആഹ്ലാദിച്ചിട്ട് അത് ആസ്വദിച്ച് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത്രയും നീചയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്തിട്ട് ഒരാളുടെ ജീവനാണ് എടുത്തത്. എന്നിട്ട് എന്താ ലാഭം കിട്ടിയത്? ആ അച്ഛനും അമ്മക്കും അവരുടെ ഫാമിലിക്ക് ആണ് നഷ്ടം വന്നത്. അതിന് നീ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? എന്നിട്ട് ഒരാൾ അയാൾ മനോവിഷമം കൊണ്ട് മരിച്ചിട്ട് പോലും നീ ന്യായീകരിക്കാനല്ലേ നിന്നെ നോക്കുന്നത്? ഇതൊക്കെ എവിടെ കൊണ്ടേ വെക്കും ഈ പാപങ്ങളൊക്കെ? ഒരാളുടെ മനസ്സ് വിഷമിക്കുന്ന പോലെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശരി, ഞാൻ എപ്പോഴും പറയുള്ളതാണ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എന്ത് നേടിയെടുത്താലും നമ്മൾ അത് ഒന്നുമല്ലാതെ നശിച്ചു പോകുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ കണ്ണീര് വരുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള മറുപടി നമ്മൾ പടച്ചവനോട് പറയണം. അല്ല പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിച്ചിട്ടേ ഇരിക്കുള്ളൂ. ഇത്രയും ജനങ്ങൾ കണ്ടിട്ട് ഒരാൾ പോലും നിന്നെ ശപിക്കാത്തതില്ല ഇവളെ. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ ശാപമേറ്റാലോ എല്ലാവരും ഏതെങ്കിലും ഒരു അമ്മയുടെ ആ അമ്മ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ നിൻ്റെ എല്ലാ ജീവിതം തന്നെ ഒന്ന് നശിച്ചു പോവാൻ. ഇപ്പോൾ നിനക്ക് എന്ത് നേടി? ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഒരാളുടെ ജീവനെടുത്തപ്പോൾ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ഒരു 10 പ്രാവശ്യം ഒന്ന് ആലോചിക്കണം. ഇത് ശരിയാണോ? അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഓർക്കുക. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ നമുക്ക് പലർക്കും, നിനക്കൊരു നഷ്ടമില്ല, പക്ഷേ നഷ്ടം മുഴുവൻ അവരുടെ വീട്ടുകാർക്കല്ലേ. ഒരാളുടെ ജീവൻ എടുത്തിട്ട് എന്താ നേടാനുള്ളത്? ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ എടുത്തു ചാടിയിട്ട് ചെയ്തതെന്ന് അറിയില്ല. ഇത്രയും നീചമായിട്ട്, സത്യം പറഞ്ഞാൽ ഇത്രയും ഈ ലോകം മൊത്തം ഇപ്പോൾ നിന്നെ വെറുപ്പോടെയാണ് കാണുന്നത്. ഒരാളുടെ ജീവൻ എടുത്തിട്ട് ഇപ്പോൾ എല്ലാ ആണുങ്ങൾക്കും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കുമുണ്ട് മനോവിഷമം, അവർക്കുമുണ്ട്. അവരും നമ്മളെ പെണ്ണുങ്ങളെ പോലെ തന്നെ അവർക്കും അതിന് എല്ലാം താങ്ങാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടെന്ന് കരുതണ്ട. നിൻ്റെ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിച്ചിട്ട് എന്ത് നേടി നീ? പെണ്ണുങ്ങൾ എന്ത് തോന്നിയാസം കാട്ടിയിട്ടും എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കുമെന്ന് കരുതിയോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞിട്ട് അതിനുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അത് എന്നിട്ട് നിൻ്റെ ചാനലിൽ പോയി അപ്ലോഡ് ചെയ്യുകയല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആകെ ഒരു ഉദ്ദേശമുള്ളൂ, നിൻ്റെ ചാനലിൻ്റെ റീച്ച് മാത്രം നീ നോക്കിയിട്ടുള്ളൂ. ഇതിന് ഒരു ന്യായീകരണവും നിനക്കില്ല. ഇത് ഇവൾക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു പാടാണ്. എടുത്തു ചാടിയിട്ട് ഓരോരുത്തരും അവരുടെ ചാനലിൻ്റെ കണ്ടൻറ്റിനും അതിനും ഇതിനും വേണ്ടിയിട്ട് ഓടി നടന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുകയാണ്. എല്ലാവരും അല്ല, ചില ആളുകളേ ഉള്ളൂ അങ്ങനെ. ഇതുപോലെ തന്നെ കുറച്ച്
ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മറ്റുള്ള ആണുങ്ങളെ എല്ലാവരും ഒരേപോലെ കാണണ്ട. എല്ലാവർക്കും എല്ലാം സഹിച്ചെന്ന് വരില്ല. എടുത്ത് ചാടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഒരു നിമിഷത്തെ എന്ത് ചെയ്യുമ്പോഴും ഒരു 2 പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിലെന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാനാണ്? ഇനി ഇതുപോലുള്ള ഒരു ജിംഷിത ഈ ലോകത്തന്നെ ഇതുപോലെ ചിന്താഗതിയുള്ള ഒരു പെണ്ണും ഇല്ലാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് ആരും കൂട്ടു നിൽക്കരുത്. അതേപോലെ തന്നെ ഒരു ദീപക്ക് ഈ ഇതുപോലെ വേറൊരു ആണുങ്ങൾക്കും ഇതുപോലൊരു ഗതി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ചിന്തകൾ മാത്രം തോന്നിപ്പിക്കുക. വേണ്ടാത്തതിൽ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. വീണ്ടും വീണ്ടും പറയുകയാണ്, ആരെയും കൊലക്ക് കൊടുക്കരുത്. നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവൻ എടുക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബായ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.